അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ലുഖ്മാൻ, അതിൻ്റെ വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ആധുനിക മാനങ്ങൾ എന്ന വിഷയമാണ്. ഖുർആനിലെ 31-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ലുഖ്മാൻ. വിശ്വാസപരമായ അടിത്തറയും ധാർമ്മികമായ പെരുമാറ്റച്ചട്ടങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് കാലാതീതമായൊരു വിദ്യാഭ്യാസ മാതൃക അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ലുഖ്മാനുൽ ഹക്കീം സൂറത്തുൽ ലുഖ്മാൻ നമ്മളോട് നടത്തുന്നത്. അതായത് ഹിക്മത്ത്, അള്ളാഹുവിൻ്റെ ഹിക്മത്ത് നൽകപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ പുത്രന് നൽകുന്ന ഉപദേശം, അത് തന്നെ ഭൗതിക ചിന്താഗതിയും ആത്മീയമായ ശൂന്യതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് ഒരു വിശ്വാസി എങ്ങനെ സന്തുലിതനായി ജീവിക്കണം എന്നതിന് വ്യക്തമായ മാർഗരേഖ സമർപ്പിക്കുന്നുണ്ട്. സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ ഖുർആനിനെ വിജ്ഞാനപ്രദമായ ഗ്രന്ഥം അൽ കിതാബുൽ ഹക്കീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തിൽക ആയാതുൽ കിതാബിൽ ഹക്കീം എന്നാണ്. അതായത് ഹിക്മത്ത് അല്ലെങ്കിൽ വിവേകം എന്നൊക്കെ പറയുന്നത് മുഹ്സിനീകളായ ആളുകൾക്കാണ് ലഭിക്കുന്നത് എന്നുകൂടി അവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. തൗഹീദിൽ അടിയുറച്ച് ആ മനസ്സുമായി നിൽക്കുക, അതുപോലെ പരലോക വിശ്വാസം കൃത്യമായി ഒരു സംശയവുമില്ലാതെ ഉണ്ടാവുക, ഇതൊക്കെയാണ് സമഗ്രമായ ഒരു ജീവിതത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്. ഇത് കൃത്യമായി വിശദീകരിക്കുന്നത് സൂറത്തുൽ ലുഖ്മാനിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ലുഖ്മാൻ നിഷേധികളുടെ അഹങ്കാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപരമായ അത്ഭുതങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖുർആനിൽ പറയുന്ന ഈ ഭാഗം ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ എന്ന് പറഞ്ഞു തുടങ്ങും. ആകാശഗോളങ്ങളെ നിലനിർത്തുന്നതിനെ കുറിച്ചാണ് ഖുർആൻ ഇവിടെ നടത്തുന്ന ഈ പ്രസ്താവന. ഇത് ആധുനിക ശാസ്ത്രീയ യുഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തമായൊരു ഭാഗമാണ്. തൂണുകളില്ലാതെ ആകാശങ്ങളെ അവർ സൃഷ്ടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പഴയ ഒരു പ്രാചീന സംസ്കാരങ്ങളിലൊക്കെ ആകാശം ഭൗതികമായ തൂണുകളിലോ പർവ്വതങ്ങളിലോ താങ്ങി നിർത്തുന്നു എന്ന ഒരു വിശ്വാസം ഉണ്ടായി. ഈ ആയത്ത് ആ അന്ധവിശ്വാസത്തെ പൂർണ്ണമായി നിരാകരിക്കുകയും ഇന്ന് ഭൗതിക ശാസ്ത്രം ഇതിനെ ഗുരുത്വാകർഷണ ബലമെന്നോ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക ബലമെന്നോ ഒക്കെ പറയുന്ന അദൃശ്യമായ പ്രകൃതി നിയമങ്ങളാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരവസ്ഥ തന്നെയാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആധുനിക ഭൗതിക ശാസ്ത്രത്തെക്കുറിച്ച് ഇവിടെ ഒരു പരാമർശം നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി വിഡ്ഢിത്തപരമായ കഥകളും വിനോദങ്ങളും വിലക്ക് വാങ്ങുന്നവരെക്കുറിച്ച് സൂറത്ത് വളരെ കൃത്യമായി താക്കീത് ചെയ്തു. ആയത്ത് നമുക്ക് നോക്കാം. വമിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീഥി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം. അറിവില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് കളയാൻ വേണ്ടി, അതിനെ പരിഹാസ്യമാക്കി തീർക്കാൻ വേണ്ടിയൊക്കെ വിഡ്ഢിത്തപരമായ കഥകളെ വിലക്ക് വാങ്ങുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ്. എന്താണ് ലഹ്വുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ? അതിനെ കേവലം ഒരു കഥകളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ ആധുനിക പ്രസക്തി, സമകാലിക പ്രസക്തി, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില അർത്ഥങ്ങൾ നമുക്കിതിനെ കൊടുക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന അനാവശ്യമായ ഡിജിറ്റൽ ഉള്ളടക്കങ്ങളെല്ലാം ഈ ലഹ്വുൽ ഹദീസുമായി നമുക്ക് പറയാവുന്നതാണ്. സോഷ്യൽ മീഡിയയുടെ ട്രെൻഡുകൾ, അതുപോലെ തന്നെ ഒരർത്ഥവുമില്ലാത്ത എൻ്റർടൈൻമെൻറ്റുകൾ, പ്രൊപ്പഗണ്ടകൾ, ഇതെല്ലാം ലഹ്വുൽ ഹദീസായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. അതായത് വിവേകമുള്ള ചിന്തകളെയും ആത്മീയമായ വളർച്ചയും തടസ്സപ്പെടുത്തുന്ന എല്ലാ നിസ്സാരമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്ന ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ ലഹ്വുൽ ഹദീസ് എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ വിശദീകരിക്കുന്നു. അതുമാത്രമല്ല, ഇനി ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനികത വിദ്യാഭ്യാസ സംവിധാനത്തിൽ ധാർമ്മികമായ വിദ്യാഭ്യാസത്തിൻ്റെ കോർ സിലബസാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശങ്ങൾ ആധുനിക പോസിറ്റീവ് പാരൻറ്റിങ്ങിനെ കുറിച്ച് കൃത്യമായൊരു മാതൃകാപരമായ അടിത്തറ നമുക്ക് നൽകുന്നു. സ്നേഹത്തോടെയും ശാന്തമായ ഉപദേശ ശൈലിയുമാണ് മകനോട് എൻ്റെ കുഞ്ഞുമോനെ, എൻ്റെ പ്രിയപ്പെട്ട മകനെ, യാ ബുനയ്യ എന്ന് പറഞ്ഞു തുടങ്ങും. അത് മാത്രമല്ല, അതിൽ തന്നെ
മനുഷ്യനെ പഠിപ്പിക്കുക, മാലോകരെ മർത്യല കുലത്തെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് തൗഹീദാണ്. അതായത് ഏകദൈവ വിശ്വാസമാണ് എല്ലാ വിജ്ഞാനത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത്. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്ന ഒന്നാമത്തെ ഉപദേശം അതാണ്. സ്പിരിച്വൽ ഇന്റലിജൻസ് അത് വികസിപ്പിക്കുന്ന ഏറ്റവും വലിയ താക്കോലാണ് തൗഹീദ് അല്ലെങ്കിൽ മോണോത്തിസം എന്ന് പറയുന്നത്. മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോട് പറയാം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. എൻ്റെ പ്രിയപ്പെട്ട മകനെ, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. തീർച്ചയായും ശിർക്ക് വെക്കുക എന്നത് ഏറ്റവും വലിയ അനീതിയാണ്. ശിർക്ക് എന്നത് കേവലം വിഗ്രഹാരാധന മാത്രമല്ല, ഭൗതികതയും പണവും അധികാരവും അല്ലെങ്കിൽ മറ്റു മനുഷ്യ നേതാക്കളെ ദൈവതുല്യമായി അന്ധമായി പിന്തുടരുന്നതുമെല്ലാം ആധുനിക കാലത്തെ ഷിർക്ക് എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും ഷിർക്കിന്റെ വകഭേദങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. തൗഹീദ് സ്ഥാപിക്കുന്നതിലൂടെ ഒരു വ്യക്തി തൻ്റെ മനസ്സിനെയും ആത്മാവിനെയും ഈ ഭൗതികമായ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയണം. അതിനെയാണ് യഥാർത്ഥമായ നീതി എന്ന് പറയുക. നീതി സ്ഥാപിക്കാൻ സാധ്യമാവുക എന്നതാണ്. നോക്കൂ, അടുത്ത വളരെ കൃത്യമായ ഒരു ആയത്ത്, വളരെ ചിന്തനീയമായ ഭാഗമാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മകനെ, ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, അതായത് നിന്റെ കർമ്മം ഒരു കടുക് മണിയോളം തൂക്കമുള്ളതാണെങ്കിലും ശരി, ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്, അത് നീ ഒരു പറക്കല്ലിലോ ആകാശത്തിലോ അല്ലെങ്കിൽ ഭൂമിയിലോ ആണെങ്കിലും ശരി, യഅതി ബിഹല്ലാഹ്, അല്ലാഹു അതിനെ കൊണ്ടുവരുന്നതാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, തീർച്ചയായും അല്ലാഹു സൂക്ഷ്മജ്ഞാനിയും എല്ലാം അറിയുന്നവനുമാണ്. അള്ളാഹുവിൻ്റെ ദൈവികമായ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ഈ ഉപദേശം ആധുനിക കാലത്ത് ആന്തരികമായ ഒരു ഉത്തരവാദിത്വ ബോധം വളർത്താൻ നമ്മളെ സഹായിക്കും എന്നതാണ്. ഇന്ന് സ്വകാര്യത നഷ്ടപ്പെടുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ ആരും നിരീക്ഷിക്കുന്നില്ല എന്ന് കരുതി നാം ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് പോലും അള്ളാഹുവിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് ഭാഗ്യമായ നിരീക്ഷണത്തെ ആശ്രയിക്കാതെ ആന്തരികമായ ഇഹ്സാൻ നിലനിർത്തുക എന്നതാണ്. മുഹ്സിനീങ്ങൾക്കാണ് ഹുദയും റഹ്മത്തും എന്ന് തുടക്കത്തിലേ പറയുന്നു. പിന്നെയോ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സെഷൻ വിശദീകരിക്കുന്നത് ക്ഷമയും ധീരതയും സാമൂഹികമായ ഒരു ധർമ്മമാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നമസ്കാരവും സ്വലാത്തും നന്മ കൽപ്പിക്കലും അംറും ബിൽ മഅറൂഫും തിന്മ വിരോധിക്കലും ഇതെല്ലാം ചെയ്തതിനു ശേഷം ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നത് ക്ഷമയാണ്. നിനക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങളിൽ ക്ഷമയോടെ ഇരിക്കുക. തീർച്ചയായും അത് ധീരത ആവശ്യമുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാകുന്ന എതിർപ്പുകളെയും വിമർശനങ്ങളെയും നേരിടാനുള്ള സബർ, ക്ഷമ, അതാണ് ധീരത. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിശ്വാസിക്ക് ക്ഷമ അനിവാര്യമാണ്. അത് ആത്മീയമായ പ്രതിരോധമാണ് എന്നുകൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഇന്നത്തെ പുതിയ കാലത്തെ ഏറ്റവും പ്രായോഗികവും ആധുനികവുമായ ഉപദേശങ്ങൾ നമ്മളോട് നൽകുകയാണ്. സാമൂഹിക പെരുമാറ്റത്തെയും വിനയത്തെയും കുറിച്ച് വിശദമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ولا تصغر خدك للناس ولا تمشي في الأرض مرحا إن الله لا يحب كل مختال فخور. നീ അഹങ്കാരത്തോടെ ആളുകളിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്, ഭൂമിയിൽ ഗർവോടുകൂടി നടക്കരുത്. അഹങ്കാരിയും ദുരാഭിമാനിയുമായ ഒരാളെയും അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല എന്ന കൃത്യമായ ഒരു ആഹ്വാനം, ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. മറ്റൊരാളോടുള്ള മുഖം തിരിക്കലും അഹങ്കാരത്തോടെയുള്ള നടത്തവും നിരോധിച്ചുകൊണ്ട് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു നൽകുന്ന വിനയത്തിന്റെ പാഠം ആധുനിക മനഃശാസ്ത്രപരമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയാണ്. അഹങ്കാരിയായ നടത്തം പാടില്ല. വലാ തംശി ഫിൽ അർളി മറഹ. ഈ ഉപദേശം വിനയമെന്ന മൂല്യത്തെ ഊന്നി പറയുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ദുരഭിമാനവും അഹങ്കാരപരമായ പ്രകടനങ്ങളും വർദ്ധിച്ചു വരികയാണ്. ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം ഇത്തരം സൈക്കോളജിക്കൽ ചലഞ്ചുകളെ നേരിടാൻ യുവാക്കളെ സഹായിക്കുന്നു.
പെരുമാറ്റത്തിൻ്റെ രീതിയിൽ മാതാപിതാക്കൾ മറ്റുള്ളവരോട് കാണിക്കുന്ന വിനയമാണ് കുട്ടികളിൽ അതം പുലർത്തുന്ന ഏറ്റവും ശക്തമായ ഉപകരണം. മാത്രമല്ല നമ്മുടെ സംസാരത്തിലെ മിതത്വത്തെക്കുറിച്ച്, ഇന്നത്തെ ഡിജിറ്റൽ വോയിസ് കൺട്രോൾ അത് നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് ഖുർആൻ. സംസാരത്തിൽ മിതത്വം പാലിക്കുക, ശബ്ദം താഴ്ത്തി സംസാരിക്കുക, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. സമകാലികമായ ഒരു അർത്ഥതലത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കേവലം ഉച്ചത്തിലുള്ള സംസാരത്തെക്കുറിച്ചല്ല ഇത് പറയുന്നത്, മറിച്ച് നിയന്ത്രിക്കാത്ത സംസാരത്തെക്കുറിച്ചാണ്. ആധുനിക കാലത്ത് സംസാരം എന്നതിനെ നമുക്ക് സോഷ്യൽ മീഡിയയിലെ വിദ്വേഷ പ്രസംഗം, ഹെയ്റ്റ് സ്പീച്ചസ്, സൈബർ ആക്രമണം, അനാവശ്യമായ ബഹളം എന്നിവ ഒഴിവാക്കുന്ന ഒരു സംയമനത്തിൻ്റെ നിയമമായി മനസ്സിലാക്കാൻ സാധ്യമാണ്. അനാവശ്യമായ വിമർശനങ്ങൾ എഴുതിവിടുക, എഴുത്തിലൂടെയാണെങ്കിലും വാക്കുകളിലൂടെയാണെങ്കിലും വോയിസ് മെസ്സേജുകളായാലും അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന മൂല്യം പിന്നെ അൻകറൽ അസ്വാത്തിലെ സൗത്തുൽ ഹമീർ, മറ്റുള്ളവൻ്റെ മാംസം പിച്ചു ചീന്തുന്ന അഭിമാനത്തെ തകർത്ത് കളയുന്ന സംസാരം പാടില്ല. അത് വിശുദ്ധ ഖുർആൻ ശക്തമായി എതിർക്കുകയാണ്. പിന്നെയോ അടുത്തത് അറിവിൻ്റെ ആത്യന്തികമായ അറിവ് അള്ളാഹുവിനാണ് എന്ന് കൃത്യമായി നിരീക്ഷിക്കപ്പെടുകയും അത് സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് പരാമർശിക്കുന്നത്. തീർച്ചയായും അല്ലാഹുവിന്റെ പക്കലാണ് അന്ത്യസമയത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ്. അവനാണ് മഴ പെയ്യിപ്പിക്കുന്നത്. ഗർഭത്തിലുള്ളത് എന്താണെന്ന് കൃത്യമായി, അതിൻ്റെ ഗർഭാശയത്തിലുള്ളതിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവൻ പടച്ചവനാണ്. നാളെ നീ എന്താ ചെയ്യാൻ പോകുന്നത് ഒരു ശരീരത്തിനും അറിയാൻ കഴിയൂല. എവിടെ വെച്ചാ മരിക്കുന്നത് നിനക്ക് പറയാൻ പറ്റൂല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, എന്നാൽ അള്ളാഹു സർവജ്ഞാനിയും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. ഈ 5 കാര്യങ്ങളാണ് അദൃശ്യ ജ്ഞാനത്തിൻ്റെ താക്കോൽ, മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കൂ, ആധുനിക ശാസ്ത്രം ഇന്ന് അൾട്രാസൗണ്ട് വഴി ലിംഗനിർണ്ണയം നടത്തുന്നു, കാലാവസ്ഥാ പ്രവചനം നടത്തുന്നു. ഇതൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ ഈ ആയത്ത് കാലഹരണപ്പെട്ടു എന്ന് വിമർശിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ മറുപടി എന്താണ്? മനുഷ്യന്റെ അറിവ് നിരീക്ഷണപരവും സാധ്യതകൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പ്രോബബിലിറ്റീസ് എന്ന് നമുക്ക് പറയാം. അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ സമ്പൂർണവും പ്രത്യേകമായതും കൽപ്പനയുടേതുമാണ്. ഗർഭപാത്രത്തിലെ ഉള്ളടക്കം എന്ന് പറയുമ്പോൾ ലിംഗനിർണ്ണയം ശാസ്ത്രത്തിന് സാധിക്കുമെങ്കിലും കുട്ടിയുടെ ആയുസ്സിനെക്കുറിച്ച്, അവൻ്റെ ഉപജീവനത്തെക്കുറിച്ച്, അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അവൻ്റെ ലോകത്തെ കർമ്മങ്ങളെക്കുറിച്ച്, പരലോകത്തെ വിധിയെക്കുറിച്ച് ഉൾപ്പെടുന്ന പൂർണ്ണമായ അദൃശ്യജ്ഞാനം ഇത് ശാസ്ത്രത്തിന് പറയാൻ പറ്റില്ല. അത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് നമ്മൾ അർത്ഥം പറയാം. മഴയെക്കുറിച്ച് ചിലപ്പോൾ കാലാവസ്ഥ നിഗമനം ചിലപ്പോൾ ഇന്ന സ്ഥലത്ത് മഴ പെയ്യുമെന്നൊക്കെ പറയാം. പക്ഷെ എവിടെ, എപ്പോൾ, എത്ര അളവിൽ, എങ്ങനെ, ആർക്കൊക്കെ എന്ന് ലഭിക്കും എന്ന് കൃത്യമായി കൽപ്പിക്കാനുള്ള കഴിവ് അല്ലാഹുവിന് മാത്രമാണ്. അതറിയാനും അത് പറയാനുമുള്ള കഴിവ് അല്ലാഹുവിന് മാത്രമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അർത്ഥത്തെ, ഈ ഗൈബിയായ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. ഈ 5 മഫാത്തിഹുൽ ഗൈബ് മനുഷ്യൻ്റെ അറിവിൻ്റെ പരിമിതികളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് മനുഷ്യനോട് പറയാണ്, നീ അഹങ്കരിക്കേണ്ടതില്ല, നിന്റെ വിജ്ഞാനം, നിന്റെ വിവരം വളരെ കുറവാണ്. ഇത് അഹങ്കാരം ഇല്ലാതാക്കാനും നാളത്തെ അനിശ്ചിതത്വത്തെക്കുറിച്ച് ആകുലപ്പെടാതെ ഇന്നത്തെ സൽക്കർമ്മങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നു. ഇതാണ് തവക്കുൽ, ഭരമേൽപ്പിക്കുക. നാളെ എന്ത് എന്നല്ല നോക്കേണ്ടത്, ഇന്നത്തെ സമയം, ഇന്ന് നാം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്, ഇന്ന് നമ്മൾ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. അങ്ങനെയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ പ്രവർത്തനം വിശ്വാസയോഗ്യമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സൂറത്തുൽ ലുഖ്മാൻ നല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് ആത്മീയമായ അടിത്തറ നൽകുന്നു എന്ന്, അതുപോലെ തന്നെ അവൻ്റെ സാമൂഹിക പെരുമാറ്റത്തെക്കുറിച്ചും അവൻ്റെ വിവേകത്തെക്കുറിച്ചുമൊക്കെ സമഗ്രമായ ഒരു ചട്ടക്കൂട് നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആധുനിക വെല്ലുവിളികളായ അഹങ്കാരവും ഭൗതികവാദവും ഡിജിറ്റൽ സ്വാധീനവും എല്ലാം കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ ഇതിനെല്ലാം കാലാതീതമായി എതിർത്തുകൊണ്ട്, കലഹിച്ചുകൊണ്ട് ഇതിനെതിരെ നിലനിൽക്കുന്ന ഒരു വിളക്കുമാടമായി സൂറത്തുൽ ലുഖ്മാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉപദേശങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വിനയവും
സബറുമുള്ള സന്തുലിതമായ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.